യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ, എനിക്കുണ്ടായ മാറ്റം പറഞ്ഞുതരാം. ഞാൻ ഇതിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, ഞാനെല്ലാം ഡിലീറ്റ് ആക്കിയതാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റങ്ങൾ ഞാനിന്ന് പറയാം. അങ്ങനെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ജസ്റ്റ് പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഉണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒന്നും പറയാൻ ഞാൻ ആരുമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഫ്യൂ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ഉണ്ടായത് കുറച്ച് നാൾ മുന്നേ വരെ. പിന്നെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കണം, ട്രാവൽ വ്ളോഗ് ചെയ്യണം. ഒരു ചാനൽ ഞാൻ വേറെ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ അതിൽ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വീഡിയോ ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചാനൽ സെപ്പറേറ്റ് ആക്കിയിട്ട് ആരോടും പറഞ്ഞിട്ടാ, 0 ഉണ്ടായത്, ആർക്കും ഷെയർ ചെയ്തിട്ടാ ഞാനതിൽ വീഡിയോ അപ്ലോഡ് ആക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ പറയുന്നത് അട്ടർ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കിയിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടായത്. പക്ഷേ ഞാനത് എങ്ങനെയല്ലോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അതിന് ഏകദേശം 200 വ്യൂസ് കിട്ടി, 0 സബ്സ്ക്രൈബേഴ്സിന്ന്. അപ്പം ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇടാൻ മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടു. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നല്ല പോലെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയി എന്നല്ല പറയുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഇപ്പം ഈ ഒരു കാണുന്ന ലെവലിലേക്കായി. ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റാണ്. പിന്നെ ഈ ഒരു ചാനലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് വ്യൂസും പൈസയും മറിച്ചും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് കുറേ കാലത്തിന് ശേഷം എടുത്ത് നോക്കിയാൽ നമ്മളാ ഒരു മെമ്മറി അവിടെ തന്നെ ഉണ്ടാവും, അതെടുത്ത് കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ കുറേ വീഡിയോ പ്രൈവറ്റാക്കി വെച്ച വീഡിയോസ് ഉണ്ട്, അതെല്ലാം എടുത്ത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ്സും സങ്കടവും എല്ലാം ഉണ്ടാവും ആ ഒരു നിമിഷം കഴിഞ്ഞ് പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ടായി വീട്ടിലേക്ക്. ഇവിടുന്ന് വന്നേന്നറിയില്ല, പക്ഷെ അതിന് പേടിയൊന്നുമില്ല. ഫുഡ് കൊടുത്ത് അടുത്തെല്ലാം വരുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം എൻ്റെ വീഡിയോ. ബാ കരയുന്നുണ്ടോ? അതൊന്ന് കണ്ടോക്ക്. അപ്പോൾ ആരെങ്കിലും ചാനൽ തുടങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ പൈസയും ഫെയിമും കാര്യങ്ങളൊന്നും അല്ലാണ്ട് ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യണം, അതൊന്ന് മെമ്മറി സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആവുമെന്ന് വേണ്ട. നിങ്ങൾ കാണുന്ന വീഡിയോ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് അതെല്ലാം ഒന്നിച്ചാക്കി ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് ചാനൽ. പൈസ വേണം, അത് കിട്ടിയാൽ നല്ലത്, കിട്ടണ്ടെന്നല്ല പറയുന്നത്. ഒരു കോൺഫിഡൻസാണ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക്. ദാറ്റ്സ് ഗുഡ് തിങ് അബൌട്ട് യൂട്യൂബ് ചാനൽ. ഈ ഒരു യൂസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ലെങ്കിലും നിങ്ങളെ ഫോണിൽ മെമ്മറി ഇല്ലെങ്കിൽ എല്ലാം എടുത്ത് യൂട്യൂബിലിട്ടാൽ അത് അവിടെ കിടന്നോളൂ. മെമ്മറിയുടെ കാര്യം ചിന്തിക്കേണ്ട. ഞാൻ അങ്ങനെയും കുറേ വീഡിയോ യൂട്യൂബിലിട്ട് വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പ്രൈവറ്റ് ആക്കണമെന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ല നമുക്ക് അറിയാം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെറിയ ഡൗട്ടുണ്ട്. അതില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ തുടങ്ങുക.
ഇതിപ്പം ഗ്രോ ആയാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 2026 ആയില്ലേ, ഇനിയിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ, അങ്ങനെയൊന്നും ചിന്തിച്ച് ഒരു കാര്യമില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈം പറയുന്നത് ഒന്ന് യൂട്യൂബ് തുടങ്ങിയ വർഷം, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ ഒരു സമയത്താണ്, ജസ്റ്റ് നൗ ആ ഒരു സമയത്താണ് ചാനൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. കുറേ കാലം കഴിഞ്ഞിട്ട് അന്ന് ചാനൽ തുടങ്ങായിരുന്നു ചിന്തിച്ചിട്ട് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. അപ്പം എനിക്കിങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇതിലും നല്ല കഴിവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഒന്ന് ഷോക്കേസ് ചെയ്ത് വെക്കുക, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു വീടാണ്. പാടെ ഉണ്ടായവർ താമസം മാറിപ്പോയി വീടെല്ലാം ആകെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണില്ല. കണ്ടാ വീട്ടിൻ്റെ അവസ്ഥ ഉണ്ടാ, കുറേ കൊല്ലമായി 2 വയസ്സായ ആൾക്കാരാണ് ഉണ്ടായത്, രണ്ടോളം മരിച്ചുപോയി, പിന്നെ മക്കളാരും വരാണ്ട് ഈ വീടിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വാളിസായി. വീട്ടിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് അപ്പുറം കാണുമ്പോഴാണ് എൻ്റെ വീട്. അപ്പം ഇന്നെൻ്റെ ഡേ 4 ആണ്. ഞാൻ 365 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഫുൾ എക്സ്പെരിമെൻ്റലാണ്, ഇത് ഗ്രോ ആവുമോ ഇല്ലയോ ഒന്നും ഒക്കെ അറിയില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഇതാണ് എൻ്റെ ഇത്. എന്താ വെച്ചാൽ എനിക്ക് ക്യാമറ ഫിയർ, ആ ഒരു സാധനം കോൺഫിഡൻസ് അത് കൂട്ടണം. അതിപ്പം നല്ല മാറ്റമുണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ. നാളെ ഇപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിപ്പം കിടന്നാലോചിക്കണം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പം നാളെ കാണാം, ബൈ. I like her.